ഹലോ. അപ്പോൾ ഞാൻ ദാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ താരൻ എങ്ങനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും താരനെന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതേപോലെ താരൻ വെച്ചുകൊണ്ട് നമ്മൾ മുടി വളർത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടും കാര്യമില്ല. എണ്ണ പുരട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെയർ പാക്ക് ചെയ്തിട്ടോ ഒന്നും പ്രയോജനമില്ല. താരൻ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ മുടി വളർത്താനുള്ള മറ്റു കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാക്ക് ഒരു അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടുകാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. ഇത്രയും കടുകൊന്നും വേണ്ട, നമ്മുടെ മുടി എത്രയുണ്ടോ അതനുസരിച്ച് കടുക് എടുത്തിരുന്നാൽ മതിയാവും. ഇത് ഒന്നെങ്കിൽ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഉലുവയൊക്കെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ അരച്ച് തേക്കില്ലേ, അതേപോലെ എടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ ആവശ്യത്തിന് കടുക് എടുക്കുക, എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ കറ്റാർ വാഴ ഉണ്ടല്ലോ, കറ്റാർ വാഴയുടെ ജെല്ലെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി വാങ്ങിച്ചതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മളിതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, കാച്ചിയ എണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. നമ്മുടെ കയ്യിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ വെള്ളം വെച്ചിട്ടും അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് തലയിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ തലയിൽ എന്തെങ്കിലും കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തേച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക, ഒരു നീറ്റൽ പോലെയും പുകച്ചിൽ പോലെയൊക്കെ തോന്നും കേട്ടോ. അത് ഒന്ന് പേടിക്കേണ്ട ആവശ്യമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. നമ്മൾ താരന് വേണ്ടിയിട്ടാണല്ലോ ഇത് തേക്കുന്നത്, അപ്പോൾ ഒരു ചെറിയൊരു നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മളിത് ഒരു അരമണിക്കൂറോ ഒക്കെ വെച്ചതിന് ശേഷം നമ്മളിത് കഴുകി കളഞ്ഞാൽ മതി. നോർമലി നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞിരുന്നാൽ മതിയാവും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ താരൻ പോയിട്ട് മാറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഈ താരനും വെച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്താലും അത് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ താരൻ ആദ്യം നമ്മൾ മാറ്റണം. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാലും അവർ പറയുന്നത് അതായിരിക്കും, താരൻ ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റിയിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്താലേ പ്രയോജനമുള്ളൂ എന്നാണ് പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ എണ്ണയൊക്കെ പുരട്ടിയിട്ടും കാര്യമില്ല കേട്ടോ. എണ്ണ ചൂടാക്കി തലയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് ഒന്നും താരൻ പോകത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ താരൻ ഒന്നുകൂടി പതുങ്ങി അവിടെ ഇരിക്കത്തേ ഉള്ളൂ, താരനൊന്നും പോകാനൊന്നും പോകണില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം തല കഴുകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും അയ്യെന്ന് വയ്ക്കുമായിരിക്കും, പക്ഷേ അങ്ങനെയല്ല. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇതേ മുടിയെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ പറയുന്നതാണ്. അതായത് നമ്മുടെ തലയോട്ടിയിൽ നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി തല കഴുകുന്നതോടുകൂടി അതൊക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അത് തന്നെയല്ല, നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയേണ്ട എന്താ, താരൻ പോകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതല്ലേ. അപ്പോൾ അതിന് പറ്റിയ ഒരു അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ നമ്മളിത് തലയിൽ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെ കാണും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.